അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് അദ്ദേഹം റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങളും വലിയ പാപങ്ങളും ഹറാമുകളും ചെയ്ത മനുഷ്യനാണ് ഞാൻ. ഈ തെറ്റുകുറ്റങ്ങളെല്ലാം സംഭവിച്ച, ഈ വലിയ പാപങ്ങളെല്ലാം ചെയ്തു കൂട്ടിയ എനിക്ക് ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ? ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം പൊറുക്കാൻ ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? അതോ ഏതെങ്കിലും പ്രവർത്തനം ഞാൻ ചെയ്യേണ്ടതുണ്ടോ എൻ്റെ പാപങ്ങൾ പൊറുക്കാനെന്ന് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ഹല്ലക മിൻ ഉമ്മുൻ, നിന്റെ ഉമ്മ നിന്റെ വീട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ നിന്റെ ഉപ്പ നിന്റെ വീട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ആ മനുഷ്യനോട് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല പ്രവാചകരെ, എൻ്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നില്ല. വീണ്ടും ചോദിക്കുന്നുണ്ട്, ഹല്ലക മിൻ ഖാല, എങ്കിൽ നിന്റെ ഉമ്മയുടെ എൻ്റെ ഉപ്പയുടെ സഹോദരി ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, അതെ പ്രവാചകരെ, എൻ്റെ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന്. എങ്കിൽ നീ അവർക്ക് നന്മകൾ ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. വലിയ പാപങ്ങൾ ചെയ്ത്, വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് അതിന് പരിഹാരം അന്വേഷിച്ചു വന്ന മനുഷ്യന് വലിയ പാപങ്ങൾ പൊറുക്കാൻ വലിയ നന്മകൾ ചെയ്യണം. ആ വലിയ നന്മയാണ് സ്വന്തം ഉപ്പയെയും സ്വന്തം ഉമ്മയെയും സ്നേഹിക്കലും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യലുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ലോകത്ത് അള്ളാഹുവും അവന്റെ റസൂലും കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും നമുക്ക് ഏറ്റവും കൂടുതൽ കടമയുള്ളതും ആരോടാണെന്നും ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി ഒരുപാട് വർഷങ്ങളായി അധ്വാനിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മുടെ വിജയവും നമ്മുടെ ഉന്നതിയും കാണാൻ ആഗ്രഹിക്കുന്നവരാണവർ. നമ്മിൽ നിന്നൊരിക്കലും നമ്മുടെ പരാജയമോ നമ്മുടെ തോൽവിയോ ഒന്നും കാണാൻ ആഗ്രഹിക്കാത്തവരാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും. അവർ അവരുടെ ജീവിതം നമുക്ക് വേണ്ടി മാറ്റിവെച്ച ആളുകളാണ്. നമ്മൾ ഉമ്മയെ വിളിച്ച് ഉപ്പയുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയല്ല വേണ്ടത്. ഉപ്പയുടെ ഫോണിലേക്ക് നമ്മൾ വിളിച്ച് ഉപ്പയോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ദിവസം നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ഫോണിൽ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ എന്ന് സേവ് ചെയ്ത ആ നമ്പറിലേക്ക് ഒരു വിളി വരാത്ത ദിവസമുണ്ടാവും. ആ ദിവസത്തിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയെ നമ്മുടെ ഉപ്പയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ഉമിനീരിനെ തേനായി കണ്ടവരാണവർ. അത്രമേൽ നമ്മുടെ ജീവിതത്തെ സ്നേഹിച്ച, നമ്മുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ ഒരു സംസാരം മൂലം, നമ്മുടെ ഒരു പെരുമാറ്റം മൂലം, നമ്മുടെ ഒരു സ്വഭാവം കൊണ്ട് അവർ ഒരിക്കലും വേദനിക്കരുത്. നമ്മുടെ ഒരു സംസാരം മൂലം അവർക്കൊരു പ്രശ്നവും ഉണ്ടാകരുത്. നമ്മൾ ഏതെങ്കിലും ക്ലബിന്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങാടികളിൽ തർക്കിക്കുന്നത് പോലെ, നമ്മൾ ന്യായങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ തർക്കിക്കാനോ പ്രശ്നങ്ങൾ പറയാനോ അവരോട് തട്ടിപ്പറയാനോ പ്രിയപ്പെട്ട ഒരിക്കലും പാടില്ല. വലിയ പാപമായി കൊണ്ടാണ് നമ്മുടെ ദീൻ അതിനെ പഠിപ്പിച്ചത്. നമ്മൾ അവരെ സ്നേഹിക്കണം. നമ്മളെ കൊണ്ട് എന്താണോ നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് ചെയ്യാൻ സാധിക്കുക അതവർക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഉമ്മ ഒരുപാട് വർഷമായി നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തരുന്നതാണ് നമ്മുടെ ഉമ്മ. ആ ഉമ്മയോട് എത്ര തവണ ഉമ്മ നിങ്ങളുടെ ഭക്ഷണം നല്ല രുചിയുണ്ട് എന്ന് നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ സ്വയം ആലോചിക്കുക. ആ നമ്മുടെ ഉപ്പയെ ചേർത്ത് പിടിച്ചിട്ട് ഉപ്പയോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ട്
എത്ര ദിവസമായെന്ന് നമ്മൾ സ്വയം ആലോചിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ അവരില്ലാത്ത കാലം നമുക്കുണ്ടാവും. ആ കാലത്തിന് ശേഷം അവരെ കുറിച്ച് ആലോചിച്ച് അവരെ കുറിച്ച് കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അവർ കൂടെ ഉണ്ടാവുന്ന കാലത്ത് അവരെ സ്നേഹിക്കാനും അവരെ പരിഗണിക്കാനും നമ്മെ കൊണ്ട് അവർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് അവർക്ക് ചെയ്തു കൊടുക്കാനും മക്കളായ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.